കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 22 ഞായറാഴ്ച നടക്കുന്ന ആയിരങ്ങളുടെ മഹാസംഗമത്തിന്റെ ഭാഗമായി മില്ലിങ്കൽ സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റി ഹാളിൽ വെച്ച് കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി. കീച്ചേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 22 ഞായറാഴ്ച നടക്കുന്ന ആയിരങ്ങളുടെ മഹാസംഗമത്തിന്റെ ഭാഗമായി ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പത്രസമ്മേളനം നടത്തി. കിടത്തി ചികിത്സ പുനരാരംഭിക്കുക, 24 മണിക്കൂറും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കുക, സായാഹ്ന OP ആരംഭിക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് നടപടി സ്വീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമായും ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ. ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളുടെയും ആരോഗ്യ ആശ്രയ കേന്ദ്രങ്ങളായ കീച്ചേരി CHC, കീച്ചേരിയിലും അതിൻ്റെ പരിസരങ്ങളിലുമുള്ള കുലയേറ്റുകര, ചേലക്കപ്പാറ, ആമ്പല്ലൂർ, പൊയ്യാറ്റിത്താഴം മുതലായ സ്ഥലങ്ങളിൽ കോളനികളിലും തെരുവുകളിലുമായി തിങ്ങിപ്പാർക്കുന്ന പാവപ്പെട്ടവരായ ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ്. ആ CHCയുടെ പദവി, മദർ CHC പദവി മാറ്റിക്കളഞ്ഞുകൊണ്ട് മെയ് 7-ാം തീയതി ഒരു ഉത്തരവുണ്ടായി. ആ ഉത്തരവിനെതിരെ ബഹുജനങ്ങൾ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒരു പൊതുജന മുന്നേറ്റം നടത്തുകയുണ്ടായി. അതിൽ ആദ്യപടി എന്നോണം ജൂലൈ 17-ാം തീയതി നമ്മൾ ഒരു സമര പ്രഖ്യാപന സമ്മേളനം നടത്തി 10 ദിവസത്തിനുള്ളിൽ ഒരു DMO മാർച്ച് നടത്തുകയുണ്ടായി. അതിനുശേഷം ഒരു 86ഓളം കുടുംബ സദസ്സുകൾ നമ്മൾ സംഘടിപ്പിച്ചു. അതിൽ SNDPയുടെയും കത്തോലിക്ക പള്ളിയുടെ കുടുംബയോഗങ്ങളിലെയും അതുപോലെ തന്നെ കുടുംബി സേവാ സംഘത്തിൻ്റെയും ധീവര സമുദായത്തിൻ്റെയും റെസിഡൻസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ KPMSൻ്റെയും എല്ലാ കുടുംബയോഗങ്ങളിലും ഏതാണ്ട് 86 കുടുംബയോഗങ്ങൾ മൈക്രോ ലെവലിൽ സംഘടിപ്പിച്ച് ജനങ്ങളെ സമരസന്നദ്ധരാക്കി. അതിൻ്റെ ബഹിസ്ഫുരണം എന്നോണം ആ മദർ CHC പദവി നമുക്ക് ഗവൺമെൻറ് മറ്റെല്ലാവരും ഇടപെട്ടിട്ടാണ് അത് നമുക്ക് ക്യാൻസലാക്കി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഈ മുന്നേറ്റത്തിൻ്റെ ലക്ഷ്യം കിടത്തി ചികിത്സ, 24 മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം, അതുപോലെ തന്നെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അനുബന്ധ സൗകര്യങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം. കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ TJ ജോർജ്, കൺവീനർ KO സുധീർ, വൈസ് ചെയർമാൻ സലാം കാടാപ്പുറം, ജോയിന്റ് കൺവീനർ CB, രക്ഷാധികാരി കാലിദ് മാസ്റ്റർ, കമ്മിറ്റി അംഗം സുരേന്ദ്രൻ എന്നിവർ പത്രസമ്മേളനത്തിന് നേതൃത്വം നൽകി. ആമുഖമായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 6 മാസക്കാലമായി കീച്ചേരി ആശുപത്രി സംരക്ഷണ സമിതി ഒരു പ്രക്ഷോഭത്തിലാണ്. ഈ 6 മാസക്കാലത്തെ പ്രക്ഷോഭണത്തിൻ്റെ ഒരു ഘട്ടമെന്ന നിലയിൽ മദർ CHC പദവി പിടിച്ചുകൊണ്ട് ഒരു വിജയം ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു വിജയം തന്നെയാണ്. കാരണം മദർ CHC പദവി ഇവിടെ നിന്ന് റദ്ദാക്കപ്പെട്ടത് ആരും തന്നെ അറിയാതെ പോയൊരു സാഹചര്യത്തിലൊരു പത്രവാർത്ത കണ്ട്, നിങ്ങൾ തന്നെ പെട്ടൊരു പത്രപ്രവർത്തകൻ്റെ കുറിപ്പോടുകൂടിയ പത്രവാർത്ത കണ്ടിട്ടാണ് ഞങ്ങളിതിൽ ഇടപെടുന്നത്. അപ്പോൾ ആ ജനശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവരികയും അതൊരു പ്രക്ഷോഭണമാക്കി മാറ്റിയപ്പോൾ തിരിച്ചു കിട്ടുന്നൊരു സാഹചര്യം നമുക്കുണ്ടായി. എറണാകുളം ജില്ലയിൽ 14 ബ്ലോക്കുകളാണുള്ളത്. 14 ബ്ലോക്കുകളിലും സൗകര്യം കുറഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്കാണ് മദർ CHC പദവി എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ അത് കീച്ചേരിയിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ 2.5 ഏക്കർ സ്ഥലമുള്ളിടത്ത് തീരെ ഒരു 60 സെൻറ്റിൽ താഴെ സ്ഥലമുള്ള മുത്തോട്ടയിലേക്ക് മാറ്റിയതാണ് ഇവിടെ സമരം തുടങ്ങാനുണ്ടായ ആദ്യ കാരണം. ശുപാർശ ചെയ്തല്ല, മാറ്റിക്കൊണ്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ 2024 ജനുവരിയിലെ തന്നെയുള്ള ഒരു ഉത്തരവിൻ പ്രകാരമാണ് DMO ഈ 2024 മെയ്യിൽ ഈ ഉത്തരവ് ആരംഭിച്ചുകൊണ്ട് ഉത്തരവിറക്കി. അതായത് മദർ CHC എന്ന് പറയുന്നത് വലിയൊരു പദവിയോ കിരീടവുമല്ല. ഈ നമ്മുടെ മുളന്തുരുത്തി ബ്ലോക്കിലെ പ്രധാനമായിട്ട് യൂണിസെഫിൻ്റെ സഹായത്തോടുകൂടി നടക്കുന്ന കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഒരു കേന്ദ്രീകൃത സംവിധാനം ഇവിടെയായിരുന്നു. 22-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നും ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു.